ഇത് നമ്മുടെ ടൈഡൽ വേവ് ടൈപ്പിൽ വരുന്ന പെറ്റൂണിയാണ് കേട്ടോ. ടൈഡൽ വേവിൽ റെഡ്, അതുപോലെ പിങ്ക്, ഡാർക്ക് പിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ടൈഡൽ വേവ് റെഡ് പെറ്റൂണിയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് കളർ നമ്മുടെ ഫോണിൽ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ നാളത്തേക്ക് വാടിപ്പോകുമെന്ന് വെച്ചിട്ടാണ് രാത്രി തന്നെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു പെറ്റൂണിയുടെ കറക്റ്റ് നിറം വരുന്നത്. എനിക്കറിയില്ല കേട്ടോ, എല്ലാ പെറ്റൂണിയുടെയും ഇത് ചുവട് ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, നമ്മുടെ പെറ്റൂണിയയ്ക്ക് എന്തൊക്കെ വളങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പെറ്റൂണിയ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിനെ മാത്രമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ടൈഡൽ വേവിൻ്റെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പിക്ക് പോസ്റ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഒത്തിരിയും പേര് കമൻ്റ് ഒന്നും ചെയ്യാൻ മുതിരാറില്ല, എന്നാൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പിക്ക് കൂടെ പോസ്റ്റ് ചെയ്യണേ. എൻ്റെ ഇതിൽ ഐവറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഐവറി കളറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചീത്തയായിപ്പോയി. നമ്മൾ പെറ്റൂണിയ പെട്ടെന്ന് ചീത്തയായി പോകില്ല, അതിൻ്റെ ചുവടിൽ നിന്നുള്ള ഇൻഫെക്ഷൻ മൂലം ആ പ്ലാന്റ് പട്ടു പോകില്ല പെട്ടെന്ന്. അപ്പോൾ ഒത്തിരിയും പ്ലാന്റ്സ് അങ്ങനെ എനിക്ക് ചീത്തയായി പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടിയ പുതിയ പുതിയ കട്ടിങ്സൊക്കെ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. റെഡ് പെറ്റൂണിയുടെ ആരാധകരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.